നമുക്ക് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ത്രൂ ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് കാണാം. അതിനുവേണ്ടി നമ്മൾ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് സീരീസായിട്ട് ബാറ്ററിക്ക് സീരീസായിട്ട് കണക്ട് ചെയ്തു. പി ഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആർ എന്ന് പറയുന്ന IR ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Q/C ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് L എന്ന് പറയുന്നത് LdI/dt ആണ്. അപ്പം കിർഷോഫ്സ് ലോ അപ്ലൈ ചെയ്യുന്ന ഉടനെ ഈസ് ഈക്വൽ ടു IR പ്ലസ് Q/C പ്ലസ് LdI/dt എന്ന് കിട്ടും. ഇനി I എന്ന് പറയുന്നത് dQ/dt ആണെന്ന് നമുക്കറിയാം. dI/dt എന്ന് പറയുന്നത് d²Q/dt² ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു L d²Q/dt² പ്ലസ് R dQ/dt പ്ലസ് Q/C എന്ന് കിട്ടും. ഇനി അതിനെ നമുക്ക് എല്ലും കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d²Q/dt² പ്ലസ് R/L dQ/dt പ്ലസ് Q/LC ഇസ് ഈക്വൽ ടു E/L എന്ന് കിട്ടും. നമ്മൾ ആ ഇക്വേഷനകത്ത് R/Lന് 2B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1/LCയെ K² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായെന്ന് നമുക്ക് നോക്കാം. d²Q/dt² പ്ലസ് 2B dQ/dt പ്ലസ് K²Q ഇസ് ഈക്വൽ ടു E/L എന്ന് കിട്ടി. അതിനെ ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ E/L റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന E/Lനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷന് എങ്ങനെ കിട്ടി? d²Q/dt² പ്ലസ് 2B dQ/dt പ്ലസ് K²Q മൈനസ് E/L ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ആ ലാസ്റ്റ് രണ്ട് ടേമിനകത്ത് K² നമുക്ക് കോമൺ ആയിട്ട് K² കോമൺ ആയിട്ട് എടുത്തപ്പോൾ K² ഇൻറ്റു Q മൈനസ് E/K²L എന്ന് ലാസ്റ്റ് ടേം വന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. Q മൈനസ് E/K²Lനെ നമ്മൾ X ആയിട്ട് കൊടുത്തു. അപ്പോൾ dx/dt എന്ന് പറയുന്നത് ഇയും കെയും എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് രണ്ടാമത്തെ ടേമിൻ്റെ ഡിഫറൻഷ്യൽ 0 ആയിട്ട് പോകും. അതുകൊണ്ട് dx/dt എന്ന് പറയുന്നത് dQ/dt എന്ന് കിട്ടും. അതുപോലെ d²x/dt² എന്ന് പറയുന്നത് d²Q/dt² എന്ന് കിട്ടും. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. d²x/dt² പ്ലസ് 2B dx/dt പ്ലസ് K²X ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കൊരു ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു e⁻⁴t എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എക്സ് e⁻⁴t ആയതുകൊണ്ട് dx/dt എന്ന് പറയുന്നത് ആൽഫ e⁻⁴t ഇസ് ഈക്വൽ ടു α(x) എന്ന് എഴുതാം. d²x/dt² എന്ന് പറയുന്നത് α² e⁻⁴t എന്ന് എഴുതാം. അതായത് α²x എന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം കൂടെ നമ്മൾ മുകളിലത്തെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ കിട്ടും? α²x പ്ലസ് 2B α(x) പ്ലസ് K² ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ α² പ്ലസ് 2B α പ്ലസ് K² ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? ആൽഫയുടെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. ആൽഫ ഇസ് ഈക്വൽ ടു -2B പ്ലസ് ഓർ മൈനസ് √4B² മൈനസ് 4K² ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 എല്ലായിടും കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ 2 എല്ലാം ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 4നെ നമ്മൾ സ്ക്വയർ റൂട്ടിൽ നിന്ന് വെളിയിലെടുക്കുമ്പോൾ 2 വരും. അപ്പോൾ ആ 2ഉം മുകളിൽ നേരത്തെ ഒരു 2 ഉണ്ട്, അതെല്ലാം കോമൺ ആയിട്ട് വരും. താഴത്തെ 2 എല്ലാം കളയുമ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്നായിട്ട് കിട്ടും? -B പ്ലസ് ഓർ മൈനസ് √B² മൈനസ് K² എന്ന് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എടുത്തിരുന്ന എക്സ് ഇസ് ഈക്വൽ ടു e⁻⁴t എന്നാണ് എടുത്തത്. പക്ഷേ ആൽഫയ്ക്ക് നമുക്ക് 2 വാല്യൂ കിട്ടി. -B പ്ലസ് ഓർ മൈനസ് √B² മൈനസ് K² എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പം -B പ്ലസ് √B² മൈനസ് K² -B
മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടി. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ നമുക്ക് എം ആയിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്കിതിനെ അതിൻ്റെ സൊല്യൂഷനെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന്. ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ജനറലായിട്ടുള്ള സൊല്യൂഷൻ എക്സിന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി നമ്മൾ അതിനെ ക്യൂവിൻ്റെ ടേംസിലാക്കുക. നമ്മൾ ആദ്യം എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഒരു പർട്ടിക്കുലർ ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഇ ബൈ കെ സ്ക്വയർ എൽ എന്നാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സിന് പോലെ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു, നമുക്ക് ചാർജാണ് അറിയേണ്ടത്, ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ കെ സ്ക്വയർ എൽ പ്ലസ് എക്സ് എന്ന് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്താൽ എഴുതാം. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ ബൈ കെ സ്ക്വയർ എൽ പ്ലസ് എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് കിട്ടും. ഇനി നമ്മൾ അറിയാം കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/LC ആണ് നമ്മൾ കെ സ്ക്വയറിന് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ബൈ കെ സ്ക്വയർ എൽ എന്ന് പറയുന്നത് ഇ എൽ സി ബൈ എൽ എന്ന് കിട്ടും. അപ്പോൾ എൽ ക്യാൻസൽ ചെയ്യുമ്പോൾ സി ഇ എന്ന് കിട്ടും. സി ഇ എന്ന് പറയുന്നത് നമുക്കറിയാം Q0 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ടോട്ടൽ മാക്സിമം ചാർജ് Q0 ആണ് സി ഇ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറയുന്നത് ഇ ബൈ കെ സ്ക്വയർ എല്ലിന് പകരം Q0 എന്ന് കൊടുക്കാം പ്ലസ് എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ നമുക്കറിയാം ചാർജ് ഓൺ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. അപ്പോൾ ആ കണ്ടീഷൻ ഇട്ട് കൊടുക്കുമ്പോൾ Q ഇസ് ഈക്വൽ വെൻ ടി ഇസ് ഈക്വൽ ടു 0 Q ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്നാ കിട്ടി? ക്യൂവിന് സ്ഥാനത്ത് 0 കൊടുക്കുക ഇസ് ഈക്വൽ ടു Q0 പ്ലസ് എ ഇ റേസ് ടു ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരും. അപ്പം Q ഇസ് ഈക്വൽ ടു Q0 പ്ലസ് എ പ്ലസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് Q0 എന്ന് കിട്ടും. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിന്ന് നമുക്ക് ഐ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ്. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷൻ, അതായത് Q ഇസ് ഈക്വൽ ടു Q0 പ്ലസ് എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി അല്ല മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി. അപ്പോൾ ഐ എന്ന് പറയുന്നത് എന്താ കിട്ടി? എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എം ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അറ്റ് ടി ഇസ് ഈക്വൽ ടു 0 ഐ എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നാ കിട്ടും? ഇക്വേഷൻ ബിക്കേം 0 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എം പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി മൈനസ് എം എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെ കിട്ടും? 0 ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എം ഇൻറ്റു എ മൈനസ് ബി എന്ന് കിട്ടും. അതിന് ബിയുടെ ടേംസ്, സ്മോൾ ബിയുടെ ടേംസിനെ എല്ലാം കൂടെ ഒന്നിച്ചാക്കി എമ്മിൻ്റെ ടേംസിനെ എല്ലാം നമ്മൾ ഒന്നിച്ചാക്കി. അപ്പം നമുക്കറിയാം, പക്ഷേ ബി പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് Q0 എന്ന ആദ്യത്തെ ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ കിട്ടും 0 ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു മൈനസ് Q0 എന്നാണ് കിട്ടുന്നത്. അപ്പം പ്ലസ് ബി Q0 പ്ലസ് എം ഇൻറ്റു എ മൈനസ് ബി എന്ന് കിട്ടും. അപ്പോൾ എം ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി Q0 എന്ന് കിട്ടും. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി Q0 ഡിവൈഡഡ് ബൈ
എം എന്ന് കിട്ടും. അപ്പോൾ എ മൈനസ് ബിക്കും എക്സ്പ്രഷൻ കിട്ടി, എ പ്ലസ് ബിക്കും എക്സ്പ്രഷൻ. അടുത്തായിട്ട് നമ്മൾ ആ രണ്ട് ഇക്വേഷനെയും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അത് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുവാണെങ്കിൽ തന്നെ കിട്ടും, രണ്ട് ഇക്വേഷനൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ 2a ഇസ് ഈക്വൽ ടു മൈനസ് Q0 ഇൻറ്റു കോമൺ ആയിട്ട് എടുക്കാം 1 പ്ലസ് ബി ബൈ എം എന്ന് കിട്ടും. നമ്മൾ മൈനസ് കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് അങ്ങനെ വന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് മൈനസ് Q0/2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം എന്ന് കിട്ടും. പിന്നെ 2b എന്ന് പറയാം. അതിനകത്തുനിന്ന് നമുക്ക് രണ്ട് ഇക്വേഷനെയും കൂടെ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ 2b കിട്ടും. 2b ഇസ് ഈക്വൽ ടു മൈനസ് Q0 ഇൻറ്റു 1 മൈനസ് ബി ബൈ എം എന്ന്. മുമ്പ് പ്ലസ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ മൈനസ് ബി ബൈ എം എന്ന് കിട്ടും. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് ബിയുടെ വാല്യൂ തന്നെ കിട്ടും, മൈനസ് Q0/2 ഇൻറ്റു 1 മൈനസ് ബി ബൈ എം എന്ന് കിട്ടും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് തന്നെ കിട്ടും, ക്യൂ ഇസ് ഈക്വൽ ടു Q0 പ്ലസ് എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് ക്യൂവിൻ്റെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്നാ കിട്ടി, ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി മൈനസ് Q0/2 ഇൻറ്റു 1 മൈനസ് ബി ബൈ എം ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് കിട്ടും. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുവാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2 കോമൺ ആണ്, അത് കോമൺ ആയിട്ട് എടുത്തു, ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം ഇ റേസ് ടു എം ടി പ്ലസ് 1 മൈനസ് ബി ബൈ എം ഇ റേസ് ടു മൈനസ് എം ടി എന്ന് കിട്ടും. എം എന്ന് പറയുന്ന റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ ഓരോ കേസസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നോൺ ഓസിലേറ്ററി ചാർജിങ് അല്ലെങ്കിൽ ഓവർ ഡാംഡ് കേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് വെൻ ബി ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്, അത് റിയൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ R²/4L² വാല്യൂ 1/LCയേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അങ്ങനെ അപ്പം എന്ത് എഴുതാം നമുക്ക്, അപ്പോൾ നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് RT/2L ആണ്. അത് വാല്യൂ നമുക്ക് നേരത്തെ പറഞ്ഞു R²/2Lൻ്റെ വാല്യൂ ലാർജർ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദാറ്റ് ഡിക്രീസസ് വിത്ത് ടൈം എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ ഡോമിനൻറ്റ് ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ബി ടി ആണ്. കാരണം നമ്മൾ പറഞ്ഞു ബി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേം ഡിക്രീസ് ചെയ്യും. ആ ടേം ഡിക്രീസ് ചെയ്യുമ്പം Q0 മൈനസ് Q/2 ഇ റേസ് ടു മൈനസ് ബി ടി ആ പറയുന്ന ടേംസ് കുറേ കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് ചാർജ് കൂടി വരും. അപ്പം ഇൻഫിനിറ്റി ആകുമ്പം ടൈം ഇൻഫിനിറ്റി ആകുമ്പോൾ എന്നാ സംഭവിക്കും, ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്ന ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രണ്ടാമത്തെ ടേം Q = Q0 മൈനസ് ആ ബിഗ് ടേമിനകത്ത് രണ്ടാമത്തെ ടേം ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആവും. അപ്പോൾ Q = Q0 ആവും. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓസിലേഷൻ നടക്കുന്നേ ഇല്ല, ഓസിലേറ്ററി ആയിട്ടുള്ള ഒരു ടേമും ഇല്ല. അതുകൊണ്ട് ഇത് നോൺ ഓസിലേറ്ററി ചാർജിങ് ആണെന്ന് പറയാം. ഡെഡ് ബീറ്റ് ആണെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. നോൺ പീരിയോഡിക് ആണ്, ഡെഡ് ബീറ്റ് ആണ്. ഇനി അടുത്ത കേസ് നമുക്ക് കാണാം. അതിന് കേസ് 2 ക്രിറ്റിക്കൽ ചാർജിങ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ വെൻ ബി ഈസ് ഈക്വൽ ടു കെ, വെൻ ബി ഈസ് ഈക്വൽ ടു കെ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. എമ്മിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ മുകളിൽ ജനറൽ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എമ്മിൻ്റെ വാല്യൂ 0 ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ എഴുതാം, Q = Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം ഇ റേസ് ടു 0t പ്ലസ് 1 ഇൻറ്റു മൈനസ് ബി ബൈ എം ഇ റേസ് ടു മൈനസ് 0t എന്ന് എഴുതാം.
അപ്പോൾ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമുക്ക് സോൾവ് ചെയ്യുവാണെങ്കിൽ അതിനെ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ നമുക്ക് എന്നാ കിട്ടും? 1 പ്ലസ് ബി ബൈ എം പ്ലസ് 1 മൈനസ് ബി ബൈ എം എന്ന് കിട്ടും. പ്ലസ് ബി ബൈ എം മൈനസ് ബി എം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ 1 + 1 2 കിട്ടും. അപ്പോൾ ആ 2ഉം താഴെ Q0/2ൻ്റെ 2ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് കിട്ടും. അതായത് Q0 കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് കിട്ടും. അപ്പം അവിടെ ബി എന്ന് പറയുന്നത് R/2L എന്ന് പറയും. ഈ കേസിൽ നമുക്കറിയാം സൈൻ്റെ കൊസൈൻ്റെ ഒന്നും ടേംസ് ഇല്ല. അതുകൊണ്ട് ഇതും നോൺ ഓസിലേറ്ററി ആണ്. അതിൻ്റെ മുമ്പത്തെ പോലെ തന്നെ ആണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ദ ചാർജ് ഗോസ് ഓൺ ഇൻക്രീസസ് ആസ് ടൈം increases because e raised to minus bt comes in the second term. അല്ലേ, കണ്ടില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫിലേക്ക് കടക്കാം. നോക്കിക്കേ, ഗ്രാഫ് നോക്കിക്കേ. ഗ്രാഫ് ബി ആണ്. ക്യൂ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അതിനകത്ത് ചാർജ് ചെയ്യുന്നതായിട്ട് കാണാം. മുമ്പത്തേക്കാളും ഫാസ്റ്ററായിട്ട്, അതായത് നോൺ ഓസിലേറ്ററി കേസിനേക്കാളും ഫാസ്റ്റായിട്ട് ഇത് ചാർജ് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് രണ്ടും ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ നേച്ചർ വിൽ ബി സെയിം, ബട്ട് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കറണ്ട് ഓർ ചാർജ് വിൽ ബി മോർ ഇൻ ദ കേസ് ഓഫ് ക്രിറ്റിക്കൽ കേസ് കമ്പയറിങ് വിത്ത് നോൺ ഓസിലേറ്ററി കേസ്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസിലോട്ട് പോകാം. അതിനെയാണ് ഓസിലേറ്ററി കേസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ ബി ലെസ് ദാൻ കെ. ബി ലെസ് ദാൻ കെ എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് √(b² - k² ആണ് നമുക്കറിയാം. അപ്പോൾ b² - k² നെഗറ്റീവായിട്ട് വരും. ഇപ്പോൾ ഒരു √(-1)നെ നമ്മൾ വെളിയിലെടുക്കുകയാണെങ്കിൽ √(-1) ഇൻറ്റു √(k² - b² എന്ന് വരും. √(-1) എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ m = I⍵ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം m = √(b² - k²) m = I⍵, വേറെ ω = √(k² - b² എന്ന് കിട്ടി. അപ്പോൾ ആ ജനറൽ ഇക്വേഷൻ, മുകളിൽ കാണുന്ന ജനറൽ ഇക്വേഷനകത്തോട്ട് ഈ ഒരു കേസ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് Q = Q0 മൈനസ് Q0/2 e റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു 1 പ്ലസ് ബി ബൈ എമ്മിൻ്റെ സ്ഥാനത്ത് I⍵ ഇട്ട് കൊടുത്തു ഇൻറ്റു ഇ റേസ് ടു I⍵t എന്ന് ഇട്ട് കൊടുത്തു. എമ്മിന് പകരം I⍵t എന്ന് കൊടുത്തു. പ്ലസ് 1 മൈനസ് BI⍵ ഇൻറ്റു ഇ റേസ് ടു മൈനസ് I⍵t എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ടേം ലാസ്റ്റ് രണ്ട് ടേമിൻ്റെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ Q = Q0 മൈനസ് Q0 e റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു 2നെ നമ്മൾ അകത്തോട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് കയറ്റി ഇ റേസ് ടു I⍵ പ്ലസ് ഇ റേസ് ടു മൈനസ് I⍵/2 മൈനസ് Q0 e റേസ് ടു മൈനസ് ബി ടി ബി ബൈ I⍵ ഇ റേസ് ടു I⍵t മൈനസ് ഇ റേസ് ടു മൈനസ് I⍵t/2 എന്ന് കിട്ടി. അപ്പോൾ നോക്കിക്കുക, അതിനെ നമുക്ക് ഓയിലേഴ്സ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാവുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു I⍵t എന്ന് പറയുന്നത് ഓയിലേഴ്സ് ഇക്വേഷൻ അനുസരിച്ച് cos ω t പ്ലസ് I⍵t എന്ന് പറയും. ഇ റേസ് ടു മൈനസ് I⍵t എന്ന് പറയുന്നത് cos ω t മൈനസ് I sin ω t ആണെന്ന് അറിയാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ എന്നാ കിട്ടും? cos ω-ക്കും sin ω-ക്കും എക്സ്പ്രഷൻ കിട്ടും. cos ω t എന്ന് പറയുന്നത് എന്നാന്ന് കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു I⍵t പ്ലസ് ഇ റേസ് ടു മൈനസ് I⍵t/2 എന്ന് പറയുന്നത് cos ω-t ആയിട്ട് കിട്ടും. അതുപോലെ ഇ റേസ് ടു I⍵t മൈനസ് ഇ റേസ് ടു മൈനസ് I⍵t/2i എന്ന് പറയുന്നത് sin ω-t ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് മുകളിലത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്നാ കിട്ടും? Q = Q0 മൈനസ് Q0 e റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു cos ω-t പ്ലസ് b/ω sin ω-t എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പം നമുക്ക് അതിനെ ഇവിടെ k/ω കൊണ്ട് രണ്ടാമത്തെ ടേമിനെ മുഴുവനും ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? Q = Q0 മൈനസ് Q0 e റേസ് ടു മൈനസ് ബി ടി
കെ ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ ബൈ കെ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ബൈ കെ ഇൻറ്റു ബി. അത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ബി ബൈ ഒമേഗ എന്ന് കിട്ടും, രണ്ടാമത്തെ ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ബി ബൈ കെ എന്ന് കിട്ടും. ബി ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ ബൈ കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെയും ക്യാൻസൽ ചെയ്ത് ബി ബൈ കെ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റേസ് ടു മൈനസ് ബി ടി കെ ബൈ ഒമേഗ ഇൻറ്റു ഒമേഗ ബൈ കെ കോസ് ഒമേഗ ടി പ്ലസ് ബി ബൈ കെ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമ്മൾ എന്നാ ചെയ്തേ, ഒമേഗ ബൈ കെക്ക് സൈൻ ഫൈ എന്നും ബി ബൈ കെക്ക് കോസ് ഫൈ എന്നും ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഇക്വേഷനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം ഒമേഗ ബൈ കെക്ക് നമ്മൾ സൈൻ ഫൈ അല്ല ഇട്ട് കൊടുത്തത്, രണ്ടാമത്തേന് കോസ് ഫൈ. അപ്പോൾ സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് ബി കോസ് ഫൈ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അത് നമുക്ക് സൈൻ എ പ്ലസ് ബിയുടെ ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 കെ ബൈ ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. അപ്പോൾ ക്യൂവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Q0 നമുക്ക് രണ്ട് ടേമിൽ കോമൺ ആയതുകൊണ്ട് ക്യൂ ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് കെ ബൈ ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. ഇതിനെ ഓസിലേറ്ററി കേസ് എന്ന് വിളിക്കാനുള്ള കാരണം അതിനകത്തൊരു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നൊരു ടേം ഉണ്ട്. കണ്ടോ, സൈനും കോസ് എന്ന് പറയുന്നത് ഓസിലേഷൻ കാണിക്കുന്ന ടേംസാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കിക്കേ, മുകളിലത്തെ ഗ്രാഫിനകത്ത് സി എന്ന് പറയുന്ന ഗ്രാഫാണ്. ക്യൂ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ് വരയ്ക്കുവാണെങ്കിൽ Q0 എബൌട്ട് Q0 ഇത് ഇത് ഓസിലേറ്റ് ചെയ്യുന്ന സൈൻ ഒമേഗയ്ക്ക് അനുസരിച്ച് ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ആ സൈനിൻ്റെ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു Q0 ബൈ ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് കുറയുന്ന ടേമാണ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം Q0യ്ക്ക് അബൌട്ടാണ്. അത് കാരണം ക്യൂ ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 കെ ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നല്ലേ കിട്ടിയത്. അതായത് Q0 എന്ന് പറയുന്നതാണ് റെഫറൻസ്. Q0 എന്ന് പറയുന്ന റെഫറൻസിന് അബൌട്ടായിട്ട് ഇത് ചാർജ് കൂടുകയും Q0യേക്കാളും കൂടുകയും Q0യേക്കാളും കുറയുകയും ചെയ്യുന്നുണ്ട് വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഇ റേസ് ടു ഡിക്രീസസ് വിത്ത് ഇ റേസ് ടു മൈനസ് ബി ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ നമ്മൾ കണ്ടു. ക്യൂ ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 മൈനസ് കെ ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണെന്ന് കണ്ടു. അപ്പോൾ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഓസിലേറ്റ് അബൌട്ട് ദ ഫൈനൽ വാല്യൂ Q0 വിച്ച് ഇസ് ഈക്വൽ ടു CE വിത്ത് എ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് ബി ടി. ഇപ്പോൾ അതിൻ്റെ ടൈം പീരീഡ്, ആ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2π/ω, അതല്ലേ ഫോർമുല ടൈം പീരീഡിൻ്റെ. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ ടൈം നമ്മൾ √k² മൈനസ് b² ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്ന റെസിപ്രോക്കലാണ് ടൈം പീരീഡിൻ്റെ അല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ω/2π അല്ലെങ്കിൽ √k² മൈനസ് b² 2π എന്ന് എഴുതാം. അപ്പം k² എന്ന് പറഞ്ഞാൽ 1/LC ആണെന്ന് നമുക്കറിയാം. b² എന്ന് പറയുന്നത് r²/4L² ആണെന്നറിയാം. അപ്പോൾ അതങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ അതായിരിക്കും ആ സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഓസിലേറ്ററി സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറെ ഒരു കേസും കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ വെരി വെരി ലാർജ് കമ്പയറിങ് വിത്ത് ബി ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടേം r²/4L² എന്നുള്ള ടേം കളയാം. അപ്പം F is equal to 1/2π √LC എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഹാർഡ്ലിയും കോൾപിറ്റ്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫോർമുല.